എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 6-9 തീയതികളിൽ നമ്മൾ കേട്ട് സുപരിചിതമായൊരു പേരാണ് സഡാക്കോ സസാക്കി എന്ന പേര്. ഇത് ആരാണ് സഡാക്കോ സസാക്കി എന്ന് ചോദിച്ചാൽ 1943 ജനുവരി മാസം 7-ാം തീയതി ജപ്പാനിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. 1955 ഒക്ടോബർ മാസം 25-ാം തീയതി അവളുടെ 12ാമത്തെ വയസ്സിൽ രക്താർബുദത്തിന് കീഴടങ്ങേണ്ടി വന്നു. സഡാക്കോ സസാക്കിയുടെ കഥ പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് ഒരു തീജ്വാലയുടെ കഥ. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന യുറേനിയം ബോംബ് അവിടെ വർഷിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 70,000 പേർ മരണപ്പെടുകയും കെട്ടിടങ്ങൾ തകർന്നടിയുകയും ചെയ്തു. എന്നിട്ടും കലിയടങ്ങാതെ അമേരിക്കയിലുള്ളവർ 3 ദിവസത്തിന് ശേഷം ജപ്പാനിലെ തുറമുഖ നഗരമായ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പേരിലുള്ള അണുബോംബ്, അതായത് പ്ലൂട്ടോണിയം ബോംബായിരുന്നു അവരവിടെ വർഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് 50,000 പേര് മരണമടയുകയും ചെയ്തു. ഈ യുദ്ധത്തിനെല്ലാം ശേഷം അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് വിഷമത്തോടെ പറഞ്ഞത് എൻ്റെ കൈകളിൽ രക്തം പുരണ്ടു എന്നാണ്. അപ്പോൾ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അതിൻ്റെ ആ ഒരു തീവ്രത എന്താണെന്ന്. ഇനി സഡാക്കോ സസാക്കി ആരാണെന്ന് പറയാം. അതായത് ഈ ഒരു യുദ്ധം നടന്നതിന് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു സഡാക്കോ സസാക്കി. അവൾക്ക് ആ സമയത്ത് 2 വയസ്സായിരുന്നു പ്രായം. അവൾ പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നു. കായിക മത്സരങ്ങൾക്ക് ഒന്നാമതെത്തുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ അവൾ കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം കുഴഞ്ഞു വീഴുകയുണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് ഈ അണുബോംബിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവൾക്ക് രക്താർബുദം പിടിക്കപ്പെടുകയുണ്ടായി. ജപ്പാനിലെ വിശ്വാസം അനുസരിച്ച് 1000 കൊക്കുകൾ ഒരു കടലാസിൽ കൊക്കുകളെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ഏത് അസുഖവും ഭേദപ്പെടുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവള് കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടോടുകൂടി 644 കൊക്കുകളെ ഉണ്ടാക്കി. അതിനുശേഷം അവൾ മരണമടയുകയും ചെയ്തു. എന്നാലും അവളുടെ കൂട്ടുകാർ 1000 കൊക്കുകൾ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കുന്നത് പൂർത്തീകരിക്കപ്പെടുകയും അവളോടൊപ്പം തന്നെ ആ കൊക്കുകളെ ദഹിപ്പിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ഈ ഹിരോഷിമ ദിനത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ ഈ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുകയും ചെയ്യും. അതുകൊണ്ട് അവളുടെ ശവകുടീരത്തിന് ഒരു കൂമ്പാരമായിട്ട് കടലാസ് കൊക്കുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ട ഇനിയൊരു യുദ്ധം വേണോ, നമ്മളെല്ലാം ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ചിന്തയാണത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.